അതിപ്പോ കുട്ടി പറയൂ, കേക്കട്ടെ. കേട്ട് കഴിഞ്ഞല്ലേ തീരുമാനിക്കുക ഇഷ്ടം കൂടുമോ കുറയുമോ? കുറയരുത്. ഇല്ല, കൂടിയില്ലെങ്കിലും ഒട്ടും കുറയില്ല. കൂടില്ലേ? ഇത് എത്ര വട്ടം പറഞ്ഞല്ല കുട്ടിക്ക് മനസ്സിലായ? നിമ്മിയോട് എനിക്ക് ഇഷ്ടമാണ്. അതെനിക്കറിയാം. പിന്നെ കുട്ടി നമ്മൾ സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് പരിചയപ്പെട്ടു. ഇപ്പോഴും കുറെയൊക്കെ അങ്ങനെ കൂടുതൽ അറിഞ്ഞു കഴിയുമ്പോഴല്ലേ, അല്ലെങ്കിൽ എല്ലാം അറിഞ്ഞു കഴിയുമ്പോഴല്ലേ അടുക്കുമോ അകലുമോ? അകലണ്ട. ഇല്ല, ഒരു കാര്യം ഉറപ്പ്, ഒരിക്കലും എന്നോട് സത്യം തുറന്നു പറയുന്നോണ്ട് നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും ഞാനായിരിക്കും നിങ്ങളെ സേഫ് ഗാർഡ് ചെയ്യാനുണ്ടാവുക. ഐ വിൽ ബി വിത്ത് യു. പ്രോമിസ്? പ്രോമിസ്. എന്താ ഇത്? ഇതിലുണ്ട് എന്റെ ലൈഫ് ഹിസ്റ്ററി. നോക്കട്ടെ. ഞാൻ കാണിച്ചു തരാം, ഇരിക്കും. ഇതാണ് എന്റെ നാട്ടിലെ വീട്. ഇതെവിടാ സ്ഥലം? റാന്നിക്കടുത്ത്. ഇതെന്റെ ഡാഡി. ഇത് ഞാൻ, കുഞ്ഞു ഞാൻ. ഇഷ്ടം കൂടിയോ കുറഞ്ഞോ? അല്ല, അതിപ്പോ ഞങ്ങൾ ചെയ്ത തെറ്റാ? നിങ്ങൾ ചെയ്തത് ഏതായാലും ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. നല്ല കുട്ടികളെ ലക്ഷണമാണെന്നും പറയാനും പറ്റില്ല. ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് സംശയം തോന്നിയിരുന്നു. പിന്നെ കുത്തി ചോദിക്കാഞ്ഞത് അതിന്റെ ആവശ്യമില്ലാഞ്ഞോണ്ടാ. പിന്നെ സംശയമായി. വേറെ 2 പിള്ളേര് കണ്ണൂരിലെങ്ങാണ്ടി എന്ന് സൂയിസൈഡ് ചെയ്ത ന്യൂസുമായിട്ട് ഞാൻ നിങ്ങളെ കൺഫ്യൂസ് ചെയ്തോന്ന്. പറയുമ്പോ പറയട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു. എന്തെങ്കിലും പറയുമെന്നറിയായിരുന്നോ? പറഞ്ഞേക്കും എന്ന് തോന്നി. എന്നാൽ എനിക്കറിയായിരുന്നു എല്ലാം ഞാനൊരു ദിവസം പറയുമെന്ന്. ഏതായാലും ഇന്നൊരു ദിവസം ഇതെന്റെ കയ്യിലിരിക്കട്ടെ, നാളെ തിരിച്ചുതരാം. വേണമെന്നില്ല. മിസ്സസ് ലതിക കുമാരി, കണ്ടോലൻസസ്. ഹസ്ബൻഡ് എങ്ങനെ മരിച്ചേ? പേപ്പറിൽ വായിച്ചില്ലേ? ഓ, എ കേസ് ഓഫ് സൂയിസൈഡ്. അതെ, വിഷം കഴിച്ചിട്ട്. നിങ്ങൾ മിസ്റ്റർ വേണുകുട്ടൻ നായരുടെ അമ്മ. എന്തിനായിരുന്നു മോൻ? അവന് മാത്രം അറിയാം, പിന്നെ ദൈവത്തിന്.
ഡെത്ത് സർട്ടിഫിക്കറ്റും ഫിക്സഡ് ഡിപ്പോസിറ്റിന്റെ രസീതും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അവൻ ഇവളുടെ പേർക്ക് എഴുതി വെച്ച വിൽപ്പത്രവും. ഇതൊരു FD-യുടെ ക്ലിയറൻസാ, മിസ്റ്റർ വേണുക്കുട്ടൻ നായരുടെ. പുള്ളിക്ക് ഇവിടെ 70,000 രൂപയുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ടായിരുന്നു. മിസ്റ്റർ നായർ കഴിഞ്ഞ ആഴ്ച പെട്ടെന്ന് എനിക്കറിയാം. അപ്പൊ പുള്ളി വൈഫിന്റെ പേരിൽ ഒരു വില്ല എഴുതി വെച്ചിട്ടുണ്ട് ഈ ഡിപ്പോസിറ്റിന്റെ ഹെയർ ആയിട്ട്. അതിന് ഇൻട്രസ്റ്റ് കണക്കാക്കിയിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കണം. സാർ, ഒപ്പം പൊയ്ക്കോളൂ, എമൗണ്ട് അറിയാം. ഞാനേ അവരെ ഡിലേ ആയിക്കില്ലേ? ഓ, ആ. ഇതാണ് മിസ്സസ് വേണുക്കുട്ടൻ നായർ. ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ഉടൻ ഡോക്യുമെന്റ് സ്റ്റഡി ചെയ്യാതെ എമൗണ്ട് എടുത്തു കൊടുക്കുക. സാർ, ആ സ്ത്രീ എല്ലാ ഡോക്യുമെന്റ്സും കൊണ്ടുവന്നിരുന്നു. FD റെസീപ്റ്റ്സ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, മിസ്സിന്റെ അതിന്റെ ലീഗൽ ഹെയർ ആയിക്കൊണ്ടുള്ള വില്ല് എല്ലാം അവർ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. ബട്ട് ഷീസ് മിസ്സസ് വേണുക്കുട്ടൻ നായർ. നിങ്ങൾ ഇവർക്കാണ് എമൗണ്ട് എടുത്തു കൊടുത്തത്? അല്ല. അപ്പോ അന്നാ കൂടെ വന്ന സ്ത്രീ വേണുക്കുട്ടൻ നായരുടെ മകനാണെന്ന് പറഞ്ഞിട്ട് അതെന്റെ മകളിലെ തന്നെയാ. എനിക്ക് പിടികിട്ടുന്നില്ല. സി മിസ്റ്റർ ഹരിശങ്കർ, ഇവരുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് ഒരു മാസത്തോളമായി. അയാൾക്ക് ഇവിടെ എന്തോ അക്കൗണ്ട് ഉണ്ടെന്നല്ലാതെ ഫുൾ ഡീറ്റെയിൽസ് ഇവർക്ക് അറിയില്ലായിരുന്നു. തമ്മിൽ സ്വല്പം പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. 2 ദിവസം മുമ്പ് അക്കൗണ്ട് സെറ്റിലായിട്ട് വന്നപ്പോഴാ ഇങ്ങനെ ഹസ്ബൻഡിന്റെ പേരിൽ ഉണ്ടായിരുന്ന എമൗണ്ട് ആരോ വന്ന് ഡ്രോ ചെയ്തുകൊണ്ട് പോയി എന്നറിയുന്നത്. ബാങ്കിനെതിരെ അവർ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ മകനിലോ? അവര് പോലീസിനോട് പറഞ്ഞത് അവരിങ്ങനെ വന്നിട്ടുമില്ല, പണം എടുപ്പിച്ചിട്ടുമില്ല എന്നാണ്. സ്വബോധമില്ലാത്ത ഒരാൾ പെരുമാറുന്നത് പോലെയൊക്കെയാ ആ സ്ത്രീ ഇപ്പൊ പെരുമാറുന്നത്. മൈ ഗോഡ്. വാട്ട് എവർ ഇറ്റ് ഈസ്, 95,000 റുപ്പീസ് ആണ് നിങ്ങളുടെ ഒറ്റ കെയർലെസ്നെസ് കൊണ്ട് നഷ്ടമായിരിക്കുന്നത്. ആളെ ശരിക്കും ഐഡന്റിഫൈ ചെയ്യാതാണ് നിങ്ങൾ പണം എടുത്തു കൊടുത്തത്. എൻക്വയറി കമ്മീഷന്റെ മുമ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്നസെൻസ് തെളിയിക്കാൻ കഴിയുമെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, ഐ എം ഓൺലി ഹാപ്പി. ഇല്ലെങ്കിൽ യു വിൽ ഹാവ് ടു ഫേസ് സം ഡിസിപ്ലിനറി ആക്ഷൻ. ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസം ശമ്പളം കിട്ടിയില്ല അല്ലേ? ഇവിടെ തന്നെയായിരുന്നു താമസം. ഇപ്പൊ എവിടെയാണെന്ന് അറിയത്തില്ല. നിങ്ങളാരാ? ഞാൻ കസ്ന. ഇപ്പൊ എവിടാ ഉള്ളതെന്ന് അറിയത്തില്ലേ? ഇല്ല, ആ കുട്ടിയുടെ സസ്പെൻഷൻ ഇപ്പോഴും സസ്പെൻഷനിലാണ്. ഇപ്പൊ സ്കൂൾ അടപ്പല്ലേ? അതെ, എന്നാലും സസ്പെൻഷനിൽ തന്നെയാണ്. അപ്പൊ സ്കൂൾ തുറക്കുമ്പോഴും ഇവിടെ ഉണ്ടാകാൻ ചാൻസ് ഇല്ലല്ലോ? ഇല്ല. നിങ്ങളാരാ? കസിൻ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ആരും വിശ്വസിക്കില്ല. എനിക്കതറിയാം. വെറുതെ ഒന്ന് അടിച്ചു നോക്കിയെന്നേ ഉള്ളൂ. ടീച്ചറും ദേവിയും തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നില്ലേ? ആയിരുന്നു. ആ കുട്ടി എല്ലാ മാസവും 350 രൂപയുടെ ഒരു മണി ഓർഡർ അയക്കുമായിരുന്നു എന്നുള്ള വിവരം ടീച്ചർക്ക് അറിയാമായിരിക്കുമല്ലോ? അറിയാം. അത് ആർക്ക് അയക്കുന്നു എന്നാണ് പറഞ്ഞിരുന്നത്? എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന ബ്രദറിനായിരുന്നു എന്നാണ്. ആണോ? എങ്കിൽ ആ ബ്രദറാണ് ഞാൻ. പിന്നെ നേരത്തെ കസിൻ എന്ന് പറഞ്ഞത്? ടീച്ചറെ, ആണും പെണ്ണും തമ്മിൽ ബ്രദറും കസിനും, കസിൻ ബ്രദറും ബ്രദർ കസിനും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ബന്ധങ്ങളുണ്ടെന്നുള്ള വിവരം കല്യാണം കഴിച്ചിട്ടില്ലേലും നമുക്കും അറിയാമായിരിക്കുമല്ലോ. അങ്ങനെ അങ്ങ് വിട്ടുപറയാൻ കൊള്ളിയാലത്തെ വിഷയമായതുകൊണ്ട് അവളെന്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും ടീച്ചറോട് പറഞ്ഞാണില്ല. ഏതായാലും എനിക്ക് ആ കുട്ടിയെ ലുബ്ധിച്ചു പിടിച്ച് മാസം തോറും 350 രൂപ അയച്ചിരുന്നെങ്കിൽ അതിന്റെ അർത്ഥം അവളെന്റെ ശത്രുവല്ല എന്നെങ്കിലും ആണല്ലോ. ശത്രുവാണെങ്കിൽ ഹെൽപ്പ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഉണ്ടോ? ഇല്ല. ദാറ്റ് മീൻസ് ഷീ ഈസ് മൈ ഫ്രണ്ട് ആൻഡ് നോട്ട് ആൻ എനിമി, അല്ലേ? അതെ. അതുകൊണ്ട് പറഞ്ഞുതരൂ, അവളിപ്പോ എവിടെ ഉണ്ട്? പ്ലീസ്. ആ കുട്ടി നാട്ടിൽ പോയി. എന്ന്? വെക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പേ പോയി. എക്സാംസ് തുടങ്ങാറായപ്പോ പിന്നെ ഇവിടെ നിൽക്കാൻ വയ്യാന്ന് പറഞ്ഞു. ഞാൻ ആ കുട്ടിയുടെ അഡ്രസ് തരാം.